Hello all, welcome to X and Y Learning. XCT, X and Y Entrance Cum Scholarship Test. ഈ 2026 നിങ്ങൾ മിടുക്കറായിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്താൻ എക്സ് ആൻഡ് വൈ നടത്തുന്ന ഒരു എക്സാമാണ് XCT എന്ന് പറയുന്നത്. സോ എക്സ് ആൻഡ് വൈയുടെ പാർട്ടല്ല നിങ്ങൾ മിടുക്കറായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എക്സ് ആൻഡ് വൈയുടെ ഈ ഒരു XCT എന്ന് പറയുന്ന എക്സാം. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്ട്രേഷൻ നമ്മൾ നടക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിലാണ്, xandlearning.com/exams.xct എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള ഫോം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങളെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ രജിസ്ട്രേഷൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ട് കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ നെയിമാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളറിയാം, നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ എക്സ് ആൻഡ് വൈയുടെ പാർട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹിക്കുന്ന ക്ലാസ്, നിങ്ങൾ ഏതാണോ ക്ലാസ് ഇപ്പോൾ റൈറ്റ് നോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ഇപ്പം ഈ വർഷം ഏത് ക്ലാസ്സിലാണ് അതാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പാർട്ടിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അത് വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, കാരണം അതിലൂടെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ തീർച്ചയായിട്ടും അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ നമ്പർ, ഇമെയിൽ ID കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ റീജിയൻ ഏതാണ്, കേരളത്തിൽ ഏത് റീജിയനിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങളുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അതർ റീജിയൻസ്, അത് GCC കൺട്രീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതാം. അതുപോലെ തന്നെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ്, തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഒരു എക്സാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഓൺലൈനിലൊക്കെ നിങ്ങൾ ഈ ഒരു മെയിൽ ID യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു എക്സ് ആൻഡ് വൈ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി ആളുകളെല്ലാം നോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ബോർഡാണ് പഠിക്കുന്നത്, CBSE ആണോ, ICSE ആണോ, സ്റ്റേറ്റ് ബോർഡാണോ, IGCSE ആണോ, ഏത് ബോർഡാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം സ്കൂൾ നെയിം നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ, നിങ്ങൾ രജിസ്ട്രേഷൻ അവിടെ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇത് കാണാൻ പറ്റും. അപ്പം രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, രജിസ്റ്റേർഡ് ആണോ അല്ലേ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തരാം. നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈയിൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു XCT-യിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ടേക്ക് ദ ടെസ്റ്റ് ഓൺലൈൻ ഫ്രം ഹോം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം ചെയ്താൽ പറ്റും. ഫ്രീ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഫോർ 5 to 10 സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ് ആൻഡ് വൈയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അറിയാം അല്ലേ, എക്സ് ആൻഡ് വൈയുടെ ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് പോകുന്നത്, ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കാൻ IITians ഡോക്ടേഴ്സും NITians ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, XCT-യുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഓൺലൈനാണ്, അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് ആണ്. നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈയിൽ പഠിക്കാൻ പറ്റും. ആൻഡ് ഫ്രീ രജിസ്ട്രേഷൻ ആണ്, രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ്. ആൻഡ് അബൌട്ട് ദ എക്സാമിനേഷൻ നമുക്ക് നോക്കാം. XCT എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലൊക്കെ എക്സ് ആൻഡ് വൈ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം കൂടിയാണ് ഈ ഒരു എക്സാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ XCT എഴുതുന്നതോടുകൂടെ നിങ്ങളിപ്പം ഇൻ കേസ് നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. എന്തൊക്കെയാണ്, ഏർലി കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിലൂടെ കിട്ടുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടാണ്. മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്, അതായത് ഫിനാൻഷ്യൽ എയ്ഡ്, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈയിൽ പഠിക്കാൻ പറ്റും. ആൻഡ് ഡീപ്പ് കൺസെപ്ച്വൽ മാസ്റ്ററി, നിങ്ങൾക്ക് ഡീപ്പായിട്ട് കൺസെപ്റ്റ്സും കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാംസ് നല്ല രീതിയിൽ
ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി എക്സാം എന്നാണ് നടക്കുന്നതെന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 30th കേട്ടോ. ഓഗസ്റ്റ് 30 ഈ മന്ത് ലാസ്റ്റ് ആണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഇനി എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 28 ആണ്. ഓഗസ്റ്റ് 28 മുന്നേ, അതായത് ഈ ഒരു ടൈം 11 PM മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓഗസ്റ്റ് 28 മുന്നേ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഓഗസ്റ്റ് 30th നമ്മൾ എക്സാം വരുന്നത്. ആൻഡ് ഇനി എന്താണ് സർ ഇതിൻ്റെ ഒരു സിലബസ് വരുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓപ്പൺ ടു സ്റ്റുഡൻസ് സ്റ്റഡിങ് അക്രോസ് ഓൾ ദി എഡ്യൂക്കേഷൻ മീഡിയം ആൻഡ് കരിക്കുല. അതായത് CBSE ആവട്ടെ, നിങ്ങൾ ICSE ആവട്ടെ, സ്റ്റേറ്റ് ബോർഡ്സ് ആവട്ടെ, ഇന്റർനാഷണൽ ബോർഡ്സ് ആവട്ടെ, ഏത് സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഇനി ചോദിക്കുന്നുണ്ടാവുക എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ആക്ച്വലി 60 minutes ആണ് നമുക്ക് ടൈം ഉള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അറൌണ്ട് 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു എക്സാമിന് കാണാൻ പറ്റുക. ഓക്കെ, ഇനി അതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ NCERT-യും SCERT-യിലും നിങ്ങൾ ആ ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾ പ്രീവിയസ് ഇയറിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സും, അതായത് NCERT-യിലും XCERT-യിലും നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലാസ് 7 സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. ക്ലാസ് 7 നിങ്ങൾക്ക് ഇപ്പം ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ NCERT കൂടി ചെക്ക് ചെയ്യണം. നിങ്ങൾ SCERT സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഇപ്പം 7th സ്റ്റേറ്റ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പം ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പാർട്ടാണ് നിങ്ങൾക്ക് ഡിസ്കസ് പഠിച്ചിട്ടുള്ളത് ആ ഒരു പാർട്ടും അതിൻ്റെ ഒപ്പം നിങ്ങൾ NCERT-യും അത്രയും അധികം ചാപ്റ്റേഴ്സ് നോക്കാം. അതാണ് നിങ്ങൾ മേജർലി നോക്കേണ്ടത്. ഇനി ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുന്നത് സയൻസും മാത്സും ആയിരിക്കും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, സയൻസും മാത്സും ആണ്. ഓക്കെ, ഇനി 8, 9, 10 ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്, ഈ 4 സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി വീഡിയോകളായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ വീഡിയോകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ കരിക്കുല എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ പ്രീവിയസ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വർഷം പഠിക്കുന്ന കാര്യങ്ങളും അത് NCERT-യും SCERT-യും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ അറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യനും കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ ഓരോ ഇൻകറക്റ്റ് ആൻസേഴ്സിനും നിങ്ങൾക്ക് -1 ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആണ്, അപ്പം ഓൺലൈനായിട്ടാണ് വാലുവേറ്റ് ചെയ്യുന്നത്. സോ ഓരോ ഇൻകറക്റ്റ് ആൻസേഴ്സിന് നിങ്ങൾക്ക് -മാർക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് +4 ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല, അവിടെ നിങ്ങൾക്ക് 0 ആണ്, 0 മാർക്സ് ആണ്. നിങ്ങൾക്ക് മാർക്കൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല എന്നുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് ഓവറോൾ എക്സാംസിനെ കുറിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാർ ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണോ എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നതാവുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാംസിലൊക്കെ നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്ത് നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പ് നേടാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം നമുക്ക് കുറച്ച് ഡേയ്സ് കൂടിയാണ് നമ്മൾ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, XCET-ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. XCET-ക്ക് രജിസ്റ്റർ ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ XNY-യുടെ പാർട്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ XNY-യിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക, ഒരു എക്സാമിൻ്റെ ഒരു പോസിബിലിറ്റി കൂടി അവരോട് പറഞ്ഞു കൊടുക്കുക. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ ഓൾറെഡി കാണാവുന്നതാണ്. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.